ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവൽ ലഡു ആണ്. വളരെ ഈസി ആയിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം തന്നെയാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 1.5 സ്പൂണോളം ഗീ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്കായിട്ട് കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗീ താല്പര്യം ഇല്ലെങ്കിൽ സാധാരണ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഇതിലേക്ക് ഒരു 6-7 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പലണ്ടി കയ്യിലുണ്ടെങ്കിൽ കപ്പലണ്ടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പോളം അവലെടുത്തിട്ടുണ്ട്. അവലൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒരു 2 ഏലക്ക കൂടി ഇതിൻ്റെ ഇടയിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൗഡറാക്കി എടുക്കണം. അപ്പോൾ തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിലെടുക്കുന്ന തേങ്ങ കൂടി നമ്മുടെ ആ ഒരു സെയിം പാത്രത്തിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ തേങ്ങ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ 1/2 കപ്പോളം ശർക്കര, 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റിൽ മധുരം കറക്റ്റാണ്. അപ്പോൾ അതൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 1 കപ്പ് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റിയിരുന്ന അവൽ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കാഷ്നട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തുകൊള്ളാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മധുരമൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം ബോൾസ് ആക്കിയിട്ട് മാറ്റുക. അപ്പോൾ തേങ്ങ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരാഴ്ചയൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അവലൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല മടിയായിരിക്കും. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കൊക്കെ കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്